ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യയുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ പുതിയ കോച്ചാണ് ഗൗതം ഗംഭീർ. T20 ക്രിക്കറ്റിൽ ഗൗതം ഗംഭീർ മികച്ച തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഇന്ത്യയുടെ T20 ടീം ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ. അതേസമയം ടെസ്റ്റ് ടീം ആണെങ്കിൽ ഡൗൺ ആയിരിക്കുകയാണ്. ന്യൂസിലൻഡുമായിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ തോറ്റു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം നാട്ടിൽ ഇന്ത്യ തോറ്റിരിക്കുന്നത്. ഇതിനുശേഷം BCCI വലിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കോച്ചിങ് സ്ഥാനത്ത് നിന്ന് ഗംഭീറിനെ മാറ്റാനാണ് തീരുമാനം. T20യിലും ഏകദിനത്തിലും മാത്രമായിരിക്കും ഗംഭീർ. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയൊരു കോച്ചിനെ തേടുകയാണ് BCCI. T20 ക്രിക്കറ്റിൽ പേടിക്കാനില്ല. ഗംഭീർ മികച്ച രീതിയിൽ ടീമിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റ് ഗംഭീറിന് അറിയില്ലെന്നാണ് BCCI പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് പുതിയൊരു കോച്ച് വരാൻ പോവുകയാണ്. ഗംഭീറിന്റെ സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കഴിഞ്ഞാൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് പുതിയൊരു കോച്ച് എത്തും. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു ഇപ്പോൾ T20യിൽ മാത്രമാണ് കളിക്കുന്നത്. T20യിൽ സഞ്ജു ഒരുപാട് സെഞ്ചുറികൾ അടിച്ചുകൂട്ടി. T20 സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ സഞ്ജുവിനെ T20യിൽ മാത്രം ഒതുക്കാനല്ല ഇന്ത്യയുടെ തീരുമാനം. ഗംഭീർ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് എടുക്കാൻ പോവുകയാണ്. സഞ്ജു T20യിൽ തകർത്തടിക്കുന്നതിന് മുൻപ് ഏകദിനത്തിൽ ഒരുപാട് റെക്കോർഡുകൾ സഞ്ജു നേടിയിട്ടുണ്ട്. ഏകദിനത്തിൽ സെഞ്ചുറി വരെ സഞ്ജു അടിച്ചു. പിന്നീട് ഇന്ത്യൻ ടീം സഞ്ജുവിനെ T20യിലേക്ക് മാറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ് ചെയ്തത്. ഏകദിനമാണ് സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോഴത്തെ സഞ്ജു വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് വരികയാണ്. ജനുവരിയിൽ BCCI ഇംഗ്ലണ്ടുമായിട്ട് 5 T20 കളിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഏകദിന സീരീസുമുണ്ട്. സഞ്ജുവിനെ T20യിലും ഏകദിനത്തിലും ഒരുമിച്ച് കളിപ്പിക്കാനാണ് BCCIയുടെ പദ്ധതി. സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത് കോച്ച് ഗംഭീർ പറഞ്ഞിട്ടാണ്. ഗംഭീർ സഞ്ജുവിനെ വളർത്താൻ തന്നെയാണ് തീരുമാനം. ഏകദിനത്തിലും ചിലപ്പോൾ സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് സഞ്ജുവിന്റെ കരിയറിന് കൂടുതൽ ഗുണകരമാകും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.